പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹാവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവിന് നാം നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായി വിട്ടുകൊടുക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവിൻ്റെ ആത്മാവ് നാം പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ, നാം പോലും വിചാരിക്കാത്ത മണ്ഡലങ്ങളിൽ നമ്മെ ഉപയോഗിക്കുവാൻ, അല്ലായെങ്കിൽ നമ്മെ നടത്തുവാൻ പ്രൈസ് ദി ലോർഡ് സർവശക്തനാണ്. എന്നാൽ ആ കർത്താവിൻ്റെ ആത്മാവിനെ നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുമെങ്കിൽ അത് നിശ്ചയമായി സംഭവിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായം അതിൻ്റെ 39-40 വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ഡൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസേരിയിൽ എത്തി. അതെ, അതുവരെയും ഫിലിപ്പോസിന് ഉണ്ടാകാത്തൊരു അനുഭവമായിരുന്നു കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ മുற்றிലുമായി കൺട്രോൾ ചെയ്തപ്പോൾ വെളിപ്പെട്ടത്. ഫിലിപ്പോസിനെ കർത്താവിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയപ്പോൾ പിന്നെ ആരും അവനെ കണ്ടില്ല. തൻ്റെ അടുക്കൽ നിന്ന ഷണ്ഡൻ പോലും കണ്ടില്ല. അടുത്ത് കണ്ടത് അസ്തോദിലായിരുന്നു. എന്നാൽ ഇതിന് മുന്നേ ഫിലിപ്പോസ് 1-2 കാര്യങ്ങൾ ചെയ്തു. അതേ അധ്യായം തന്നെ അതിൻ്റെ 26-ാം വചനത്തിൽ കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് സംസാരിക്കുന്നു. നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്നുള്ള ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ട് ചെന്നു. ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ദൂതൻ്റെ വാക്ക് ഫിലിപ്പോസ് അനുസരിക്കുന്നു. ആമേൻ. ദൂതൻ പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ, ദൂതൻ്റെ വാക്ക് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത തട്ടിലേക്ക് ഫിലിപ്പോസ് കയറുന്നു. അതേ അധ്യായം തന്നെ ഇതിൻ്റെ അടുത്ത വചനം 28-ാം വചനം 29-ാം വചനത്തിൽ വായിക്കുന്നു: ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ആദ്യം ദൂതൻ സംസാരിക്കുന്നു. ദൂതൻ സംസാരിച്ചത് തെക്കോട്ട് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, അവിടേക്ക് പോക എന്ന് പറഞ്ഞു. അത് എളുപ്പമുള്ള കാര്യമാണ്. റൂട്ടൊക്കെ പറഞ്ഞു കൊടുക്കുക, അങ്ങോട്ട് പോകുവാൻ അനുസരിക്കാനുള്ളൊരു മനസ്സ് മാത്രം മതി. എന്നാൽ അടുത്ത് പറഞ്ഞത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. അത് പറഞ്ഞത് ദൂതനല്ല, ആത്മാവാണ് പറഞ്ഞത്. ആത്മാവ് പറഞ്ഞത് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക. തേര് എന്തുമാത്രം ഫാസ്റ്റിൽ പോകുമെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് നടക്കുക എന്നത് ആമേൻ നിസ്സാരമായ, അല്ല എങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല. സ്തോത്രം. ആ തേരിൽ ആരായിരുന്നു നമുക്കറിയാം. കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിന്മേൽ വിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരൂശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമായിരുന്നു. അപ്പോഴും ആത്മാവ് ഫിലിപ്പോസിനോട് പറയുന്ന തേരിനോട് ചേർന്ന് നടക്കുക എന്ന് നാം പ്രതീക്ഷിക്കുന്നതും അതിനപ്പുറമായിട്ടാണ് ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അടുത്ത വചനം വായിക്കുന്നു: ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ, ആമേൻ, സ്തോത്രം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നത് കണ്ടപ്പോൾ ഫിലിപ്പോസ് അത് അവിടെയും അനുസരിച്ചു, ആത്മാവിന് കീഴ്പ്പെട്ടു. ആമേൻ, ഓടി ചെല്ലുകയാണ്. വേറൊന്നും നോക്കിയില്ല. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്താണെന്നോ ഒന്നും നോക്കിയില്ല. ആമേൻ. അടുത്ത വചനങ്ങളിൽ ആമേൻ നാം വായിക്കുന്നു. ആമേൻ, ആമേൻ, സ്തോത്ര, വചനത്തിൻ്റെ പൊരുളൊക്കെ തിരിച്ചു കൊടുക്കുന്നു, അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു, സുവിശേഷം പറയുന്നു, യേശുവിനെ കുറിച്ച് പറയുന്നു, സ്നാനമേൽക്കപ്പെടുന്നു ഷണ്ഡൻ. ആമേൻ. അത് കഴിഞ്ഞപ്പോൾ ആമേൻ ഫിലിപ്പോസിൻ്റെ അപ്പോഴത്തെ കർത്തവ്യം അവിടെ അവസാനിച്ചു. കർത്താവിൻ്റെ ആത്മാവ് അതുവരെയും ഫിലിപ്പോസ് എക്സ്പീരിയൻസ് ചെയ്യാത്തൊരനുഭവം അവിടെ ഉണ്ടായി. കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഹല്ലേലൂയ. അതേ, ആമേൻ, ദൂതൻ പ്രത്യക്ഷനാകുമ്പോൾ, ദൂതൻ്റെ വാക്ക് നാം അനുസരിച്ച് ആ വഴിയിൽ നടക്കുമ്പോൾ, ഹല്ലേലൂയ, ചിലപ്പോൾ അത് ദൂതൻ എന്ന് പറയുന്നത് ദൈവദാസന്മാരായിരിക്കാം. ആമേൻ. ദൈവം അയക്കുന്ന ആരുമായിക്കോട്ടെ,
അതുപോലെ അങ്ങനെ ചെയ്യുമ്പോൾ അടുത്ത തലത്തിലേക്ക് ദൈവം നമ്മെ ഉയർത്തും. ആത്മാവ് നമ്മോട് സംസാരിക്കും. എന്നാൽ ദൂതൻ പറയുന്നത് പോലെ ആത്മാവ് നമ്മോട് സംസാരിക്കുമെന്ന് നാം പ്രതീക്ഷിക്കേണ്ട. വ്യത്യസ്ത രീതിയിലാണ്, നമ്മുടെ ചിന്താഗതികൾക്ക് അപ്പുറമായാണ് സംസാരിക്കുന്നത്. അതിന് നാം വിധേയപ്പെട്ട് അനുസരിക്കുമെങ്കിൽ അടുത്ത് നാം പോലും വിചാരിക്കാത്ത രീതിയിൽ, നമ്മെക്കുറിച്ച് ആരും വിചാരിക്കാത്ത രീതിയിൽ ആത്മാവ് നമ്മളെ മുற்றிലുമായി കൈകാര്യം ചെയ്യും, നമ്മെ കൺട്രോൾ ചെയ്യും, നമ്മെ എടുത്തുകൊണ്ട് പോകും. ആമേൻ. അടുത്ത 40-ാം വചനത്തിൽ വായിക്കുന്ന, അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയിലെത്തി. അടുത്ത ആമേൻ സ്തോത്രം മെയിനായിട്ടുള്ള സ്ഥലത്ത് അദ്ദേഹം എത്തിച്ചേരുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ദൈവാത്മാവിന് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് നിശ്ചയമായി നമ്മെ എല്ലാവരെയും ഉപയോഗിക്കട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും. അതിന് നാം ചെവി കൊടുക്കുക, മാനുഷികമായിട്ടൊന്നും ചിന്തിക്കരുത്. ദൈവഹിതത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. നാം ആയിരിക്കുന്ന ഓരോ മേഖലകളിലും നമ്മെ അവിടെ ഉപയോഗിക്കുവാൻ ദൈവം സർവശക്തനാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവിൻ്റെ ആത്മാവിനെ അനുസരിച്ച് കർത്താവ് ഓരോ നാളും ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, മാനുഷികമായി ഞങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. സ്വർഗമേ, അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ഹിതമനുസരിച്ച് അങ്ങ് ഞങ്ങളെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഹല്ലേലൂയ. ചോദിക്കുന്നതിന് നിരത്തിക്കുന്നതിൽ അത്യന്തപരമായി ചെയ്യുന്ന, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.